ഗൈസ്, ഞാനങ്ങനെ കേരളത്തിലെത്തി. ഇവിടെ ഒരു വീട്ടിൽ എനിക്ക് ജോലി ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നു ഗൈസ്. ഈ പച്ചക്കറിയൊക്കെ അരിയണം, മടിയാവുന്നു. എന്നെ പോലെ പണിയെടുക്കാൻ മടിയുള്ളവരെ മെൻഷൻ ചെയ്യൂ ഗൈസ്. വിറക് വെട്ടുവാണ് ഗൈസ്. ഇത് വെട്ടി കത്തിച്ച് ചോറുണ്ടാക്കിയാൽ മതിയെന്ന് ഇവിടുത്തെ അമ്മച്ചി പറഞ്ഞു. വിയർപ്പിന്റെ അസുഖമുള്ള എൻ്റെ പരിപ്പ് ഇളകുമെന്ന് തോന്നുന്നു ഗൈസ്. ഇത് കുറേ ഉണ്ട് ഗൈസ് അലക്കാൻ. എൻ്റെ നടുവിൻ്റെ പണി തീരുന്നാ തോന്നണത്. നിങ്ങളെ സപ്പോർട്ട് വേണം ഗൈസ്. ചായ ഉണ്ടാക്കുക ഗൈസ്. ഒരാൾക്ക് സ്ട്രോങ്, ഒരാൾ ലൈറ്റ്, ഒരാൾക്ക് വിത്തൗട്ട്. മടുത്തു. എന്തായാലും ഫോളോ ഗൈസ്. ഗൈസ്, എൻ്റെ അവസ്ഥ കണ്ടില്ലേ? കേരളത്തിൽ വന്ന് പെട്ടുപോയി. എന്താ ചെയ്യാ? എന്തായാലും ഫോളോ ഗൈസ്. ഹേ കോഴി, ഒന്ന് നിക്കണോ? നിന്നെ കിട്ടിയിട്ട് വേണം ഇന്ന് രാത്രിക്ക് കൂട്ടാൻ വെക്കാൻ. ഓടിക്കല്ലേ. 1 hour later. ഗൈസ്, അവസാനം കോഴിയെ ഓടിച്ചു പിടിച്ചു ഗൈസ്. ഇന്നേക്ക് ഒരു പുടി. എല്ലാവരും വാങ്ങോ, സപ്പോർട്ട് തരാം. അമ്മച്ചി തേങ്ങ ഇടാൻ പറഞ്ഞു ഗൈസ്. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് കയറണം. ദൈവമേ കാത്തോളി. ഓ ഗൈസ്, എങ്ങനെയല്ലോ തേങ്ങ പറിച്ചു. ഇന്ന് പണി ലീവാക്കി ഗൈസ്. ഇപ്പൊ ബിരിയാണി കയറ്റിക്കൊണ്ടിരിക്കുന്നു. CB ലവറെ മെൻഷൻ ചെയ്യൂ ഗൈസ്. 6 hours later. എവിടെ പോയതാ? ഹോസ്പിറ്റലിൽ പോയതാ അമ്മച്ചി. ഭയങ്കര തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഗൈസ്, സന റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മെല്ലെ ഇൻബോക്സിൽ പോയി മുട്ടണം. ഹായ് അയച്ചിട്ടുണ്ട് ഗൈസ്. റിപ്ലൈ കിട്ടുമോ നോക്കാം. അടി ഓട്ടോ പിടിച്ച് വരുമോന്ന് അറിയില്ല. A few moments later. അയ്യേ, ചമ്മി ഗൈസ്. സന ബ്ലോക്കാക്കി. ഇനി സമാധാനമായി പോയി പാത്രം കഴുകാം. പണിയെടുത്ത് മടുത്ത് ഗൈസ്. ഇനി അല്പം കറങ്ങാം. അമ്മച്ചിയും കൂട്ടി മസനഗുടി വഴി നേരെ ഊട്ടിക്ക്. പറത്തി വിട് സ്പൈഡ് മോനെ.